ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റഹീം അലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. സോ ആദ്യം നമുക്ക് റഹീം അലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ റഹീം അലി സൈൻ ചെയ്ത രണ്ട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയും, രണ്ടാമത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ് സിയുമാണ്. അതിന് പഞ്ചാബ് എഫ് സി നേരത്തെ തന്നെ റഹീം അലിക്ക് ഒരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് അത് ഈ ഒരു ഇടയ്ക്കാണ് ഒഡീഷ എഫ് സി റഹീം അലിക്ക് ഒരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിക്ക് അദ്ദേഹത്തിന് നിർത്തണമെന്ന് താല്പര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു 3 കോൺട്രാക്റ്റും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, താല്പര്യപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇതിലും നല്ലൊരു ഓഫർ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിൽ തന്നെ നിൽക്കുമെന്ന്. കാരണം നമുക്കറിയാം ഓവൻ കോയിൽ അദ്ദേഹത്തെ റിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഒഡീഷ രംഗത്തുണ്ട്, അതിൽ പഞ്ചാബിൻ്റെ രംഗത്തുണ്ട്. എന്തായാലും ഒഡീഷയുടെ ഓഫർ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു. പഞ്ചാബിൻ്റെ കാര്യം അറിയില്ല, എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ചെന്നൈ നിലനിൽക്കും എന്ന കാര്യവും നമുക്കറിയില്ല. സോ അദ്ദേഹം എവിടേക്ക് എന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും എവിടേക്ക് പോയാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അത് പല പ്രമുഖ മാധ്യമങ്ങളും പറഞ്ഞൊരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിരിക്കുന്നുവെന്ന്. എന്തായാലും അതൊരു യൂറോപ്യൻ സൈനിങ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു പ്ലെയർ CMFും അതുപോലെ തന്നെ CFും, അതായത് സെൻട്രൽ ഫോർവേഡ് പൊസിഷനും CMF പൊസിഷനും ഒരുപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ കളിക്കുന്ന ഏത് പ്ലെയറാണ് യൂറോപ്പിലുള്ളത്? കുറേ പ്ലേസ് കാണും, നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു CMF പ്ലസ് CF, എനിക്ക് തോന്നുന്നു ഒരു CFനെ എടുത്തിട്ട് ഒരു CFും CMF കൂടെ കളിക്കുന്ന പ്ലെയറിനെ എടുക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും കണ്ടറിയാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഒരു CFും അതുപോലെ തന്നെ ഒരു CMFും അതുപോലെ തന്നെ 2 CVയും സൈൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു പെർഫെക്റ്റ് CMF ഉറപ്പായിട്ടും അവിടെ വേണം. CMFും CF കൂടെ കളിക്കുന്ന പ്ലെയറിൻ്റെ ആവശ്യം ഇനിയില്ല. കാരണം നമുക്കറിയാം നോവാസുദി വിങ് കളിക്കും, അദ്ദേഹം CF ആയിട്ട് വേണമെങ്കിൽ കളിക്കും. നമുക്കറിയാം അഡ്രിയാനുള്ള CMF ആയിട്ട് കളിക്കും, AMF ആയിട്ട് കളിക്കും, CF ആയിട്ട് കളിക്കും. സോ ഇനിയുള്ളൊരു പ്ലെയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് CFും അതുപോലെ പെർഫെക്റ്റ് CMFും ആയിരിക്കണം. അങ്ങനത്തെ പ്ലെയറിനെ ആയിരിക്കും സൈൻ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ 2 CV അത് ഉറപ്പായിട്ടും വേണം. എന്നാലും എപ്പോഴും ഏത് പ്ലെയർ, പ്രത്യേകിച്ചും സെൻട്രൽ ബാക്ക് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓടി നിൽക്കേണ്ട ഒരു പൊസിഷനാണ്, ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന ഒരു പൊസിഷനാണ്. സോ അവിടെ ഉറപ്പായിട്ടും 2 ഫോറിൻ സെൻട്രൽ ബാക്ക് വേണം. സോ എന്തായാലും അവിടേക്ക് 2 സൈനിങ് വേണം. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ 2 പൊസിഷനിലേക്കും സൈനിങ് വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി ഏതൊക്കെ പൊസിഷനിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക.